മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പൂജ ഷെൽഫാണ്. ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ പൂജ ഷെൽഫ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. ചെറിയ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇത്രയും പീസുകളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. മൾട്ടിവുഡും പ്ലൈവുഡും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മൾട്ടിവുഡും പ്ലൈവുഡും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുഴുവനായിട്ടും മൾട്ടിവുഡ് ഉപയോഗിക്കുകയാണ് നല്ലത്. ഈ ഒരു പീസാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. മൾട്ടിവുഡിൻ്റെ ഒരു പീസ് വെച്ച് കുറച്ച് കട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. സൈഡിലെ ബോർഡർ നമ്മൾ കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും മൾട്ടിവുഡ് തന്നെയാണ്. തൂക്കുകൾക്ക് തൂക്കാനുള്ള ബോക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്ലൈവുഡിൻ്റെ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻട്രൽ പോർഷനിൽ വരുന്ന രണ്ട് സ്റ്റാൻഡിൻ്റെ രണ്ട് പീസുകളാണ് ഈ വരുന്നത്. അതുപോലെ ഏറ്റവും അടിഭാഗത്ത് വരുന്ന ബോക്സിന് നമ്മൾ പ്ലൈവുഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ മൾട്ടിവുഡിൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തൂക്കുകളൊക്കെ തൂക്കാനുള്ള ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തായി നമുക്കിതിൻ്റെ താഴെയുള്ള ഷെൽഫ് ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത നമുക്ക് താഴത്തെ ഷെൽഫ് മുകളിലെ പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷെൽഫിലും അതുപോലെ തന്നെ മുകളിലെ പീസിലും ഇതുപോലെ പതിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് റെഡി ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ നമ്മുടെ ചെറിയൊരു സ്റ്റോറേജും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിലെ പീസുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ടോപ്പിലെ പീസുകളുടെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫെവിക്വിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. 3/4 ഇഞ്ച് അകലത്തിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സൈഡിലെ പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിലെ പീസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രെയിമുമായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിലെ ഫ്രെയിമിൻ്റെ പീസുമായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തായി നമുക്ക് LED ലൈറ്റിനായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ LED ലൈറ്റിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ LED ലൈറ്റിനായി ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് LED ലൈറ്റ് ഒന്ന് വെച്ച് നോക്കാം. ടോപ്പിലെ സൈഡ് പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടോപ്പിലെ പീസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ ഷെൽഫ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് കേടുവരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ സൈഡെല്ലാം പൊട്ടിയിട്ട് ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മിനുസപ്പെടുത്തിയെടുക്കാം. സെൻറ്റർ ഭാഗത്ത് വരുന്ന രണ്ട് സ്റ്റാൻഡിലും നമുക്ക് LED വേണ്ടി ഹോൾ ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് ലൈറ്റിലേക്ക് വയറ് കടത്തി വിടാനായിട്ട് സൈഡിലൂടെ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഷെൽഫിൻ്റെ ഡോറിൻ്റെ ഹിഞ്ച് ഫിറ്റ് ചെയ്യാം. കൺസീൽഡ് ഹിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് മാർക്ക് ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കാം. ഹിഞ്ചസിനായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമ്മൾ ഒരു സ്ക്രൂ വെക്കുന്നുള്ളൂ. ഇത് ഊരി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അടിയിലെ ഷെൽഫിൻ്റെ ഡോറ് കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തായി നമുക്ക് സെൻറ്റർ പോർഷനിൽ വരുന്ന പീസിൽ വിളക്ക് തൂക്കാനുള്ള ബോക്സ് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. എക്സസ് വന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫോട്ടോസ് വെക്കാനുള്ള സ്റ്റാൻഡുകളൊക്കെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എക്സസ് വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയാം. ടോപ്പ് സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്.
അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഷെൽഫ് ഭാഗം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂജാ ഷെൽഫിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മൈക്ക് ഒട്ടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം മൈക്ക് ഒട്ടിച്ച് വെക്കാം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്ത ശേഷം ഒട്ടിക്കാം. 8.4 വുഡൻ ഗ്രെയിൻസ് ഉള്ള മൈക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ മൈക്ക ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടുത്തായി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മൈക്ക ഒട്ടിച്ചെടുക്കാം. മൈക്ക നല്ല രീതിയിൽ ഒട്ടുന്നതിന് വേണ്ടി ഇതുപോലെ മൾട്ടിവുഡിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഉരച്ച് കൊടുക്കാം. എക്സസ് എന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻട്രൽ പോർഷനിൽ വരുന്ന പാർട്ട് റെഡി ആയിട്ടുണ്ട്. താഴെ വരുന്ന ഷെൽഫിൽ മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലും നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ഇനാമൽ പെയിൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുണിയിൽ മണ്ണെണ്ണ ആക്കിയ ശേഷം എക്സസ് വന്ന ഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂജാ ഷെൽഫ് ഫിറ്റിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഹോളിട്ട് ചുവരിൽ വെച്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. വയറുകളൊക്കെ നമുക്കിതിലൂടെ കോർത്തെടുക്കാം. അടുത്ത നമുക്കിതിൻ്റെ ടോപ്പ് സൈഡ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷെൽഫിൻ്റെ ടോപ്പ് സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെൽഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന 2 സ്റ്റാൻഡുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ 2 ഇഞ്ചിൻ്റെ ക്ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് താഴത്തെ പാർട്ട് പിടിപ്പിക്കാം. അടുത്തായി നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴത്തെ പാർട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെ പാർട്ട് ഫിറ്റ് ചെയ്യാം. സൈഡിലെ പീസോടെ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലെ പീസ് ഫിറ്റ് ചെയ്ത് മൈക്ക കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഇതിൽ ബാക്കി വരുന്ന വർക്കുകൾ മുകളിലായിട്ട് കുടമണി ഫിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് തൂക്കുകളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. സെൻട്രൽ ഭാഗത്ത് വാളിലായിട്ട് നമ്മൾ വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഷെൽഫിനകത്ത് നമ്മളൊരു പൂജാ മന്ത്രങ്ങൾ പ്ലേ ചെയ്യിക്കാനായിട്ട് നമ്മളൊരു MP3 പ്ലെയർ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.